നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇത്ര ദിവസം മാർക്കറ്റ് താഴെ വീണ കാരണം ഇന്ന് കയറിയിരിക്കുന്നു. ഒരു 100 പോയിന്റ് ഇന്ന് മാർക്കറ്റ് കയറിയിരിക്കുന്നു. ഈ 100 പോയിന്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഫ്ലാറ്റ് ആണ്. ഇരുന്നാലും ഇതെങ്ങനെ പോകുന്നു എന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി കാരണം കയറ്റിയിരിക്കുന്നു. ഈ ബാങ്കിൽ എന്തൊക്കെ ന്യൂസ് എന്ന് നമുക്ക് നോക്കാം. സോ ബാങ്ക് നിഫ്റ്റി കേട്ടാൽ എന്തൊക്കെ റീസൺസ് ഇരിക്കാം എന്നുള്ളതും നമുക്ക് നോക്കാം. പിന്നെ മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നു, ലോകത്തിൽ എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നു, ഇനി എങ്ങനെയാണ് പോകാൻ പോകുന്നു എന്നതിനെയും ഡീറ്റെയിൽഡ് നമുക്ക് നോക്കാം. സ്വർണത്തിൻ്റെ വിലയിൽ മേജറായിട്ട് ഒരു ചേഞ്ചും ഇല്ല. ഒരു 10 രൂപ താഴെ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. സ്വർണം ഇപ്പോൾ വന്ന് 9100 താണ്ടിയാണ് ഇരിക്കുന്നു. സ്വർണം സ്ട്രോങ് ആയിരിക്കുന്നു എന്നത് ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരിക്കും. അമേരിക്കയിൽ വില ഒക്കെ കയറുമെന്ന് എല്ലാവരും പറയുന്നു. ഇത് കൺസ്യൂമർ കോൺഫിഡൻസ് താഴെ വീണിരിക്കുന്നു എന്ന് പറയുന്നു. എന്തെന്ന് വെച്ചാൽ ട്രംപിൻ്റെ ആർഗ്യുമെൻറ്റിൽ ഒന്ന് ഫാൾസ്. ടാരിഫ് ട്രേഡിംഗ് പാർട്ട്ണർ കെട്ടത്തില്ല. ടാരിഫിന് അറ്റ് ലാസ്റ്റ് കൺസ്യൂമർ തന്നെ കെട്ടും. ചില പ്രോഡക്റ്റിന് അമേരിക്കയിൽ ചെയ്യണതേ ഇല്ല. എക്സ്ട്രാ ടാക്സ് കൊടുത്ത് അവിടെ നിന്ന് വാങ്ങി തന്നെ ആകണം. ഇന്ന് ജൂലൈ 15-ാം തീയതി. ഇന്ന് ഈ 15-ാം തീയതി വരയ്ക്കും എന്താ ഒരു മേജർ ട്രേഡിംഗ് നേഷൻ്റെ കൂടെയും ഒരു അഗ്രിമെൻറ്റും ഇല്ല. ഇന്ത്യ വന്നിട്ട് ഒരു മേജർ ട്രേഡിംഗ് പാർട്ട്ണർ അല്ല. ഇന്ത്യയുടെ ഒപ്പവും അഗ്രിമെൻ്റ് ഇല്ല. മേജർ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ ആൻഡ് ചൈന. ഇവരൊപ്പം വന്നാൽ തന്നെ മേജർ ട്രേഡിംഗ് പാർട്ട്നറിൻ്റെ അഗ്രിമെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആസ് ഓഫ് നൗ ഒന്നുമില്ല. ജൂലൈ തീർന്നും ഒന്നുമില്ല എങ്കിൽ ടാക്കോ ട്രംപ ഇല്ല RND ട്രംപാണ് നമുക്കറിയാം. ടാക്കോ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ടൈംസ് ഓഫ് ലണ്ടൻ കൊടുത്ത പട്ടമാണ്. ട്രംപ് ആൾവേസ് ചിക്കൻസ് ഔട്ട് എന്നാണ് അർത്ഥം. കടൈസി നിമിഷം ട്രംപ് ബൾട്ടി അടിക്കും. ഇനിയും ടൈം കൊടുക്കും. ടാരിഫ് എന്ന് പറയുന്നത് വരവില്ല. അങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ അത് കാരണം അയാൾ ഒരു കോർണറിൽ തള്ളിയായിരുന്നു. ഇത് കാരണം അയാൾ ചെയ്തില്ലെങ്കിൽ അവരെ പേര് കെട്ടുപോകും. ചെയ്താൽ കൺട്രിയുടെ എക്കണോമി പോവും. ഈ സിറ്റുവേഷനിൽ അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് ട്രംപിൻ്റെ മെയിൻ ഗെയിം ഇപ്പോഴേക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഇന്ത്യയിൽ നോക്കാം. ഇന്നലെ ഇന്ത്യയിൽ വിലവാസി ഒരേടിയ കുറഞ്ഞായിരുന്നു. ഇപ്പോൾ ഈ ഹിസ്റ്ററിയിൽ ഇല്ലാത്ത അത്രയുമാണ് കുറഞ്ഞത്. ഇന്നലെ 2% തന്നെ ഇപ്പോൾ കയറിയിരിക്കുന്നു. അത് ഒരു കയറ്റമെന്ന് പറയാനില്ല. ഈ വിലവാശി ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കൺട്രോളിൽ കൊണ്ടുവന്നു. അങ്ങനെയെന്ന് പറഞ്ഞ് റിസർവ് ബാങ്കും മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും പറഞ്ഞിരിക്കുന്നു. ഇത് കാരണം തന്നെ ഇന്ന് പെട്ടെന്ന് ബാങ്ക് കയറിയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി പെട്ടെന്ന് കയറിയ കാരണം ടീം മുകളിലിരിക്കുന്നു. ഇത് കാരണം റേറ്റ് കട്ട് വരുമോ എന്ന ഒരു സംശയം വരുന്നു. പക്ഷേ ഇന്നൊരു സൈഡിൽ നോക്കിയാൽ മറ്റ് കറൻസിയൊക്കെ ഡോളറിൻ്റെ ഒപ്പം ഗെയിനായ സമയം ആളമ്മ എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ വീഴുന്നു 85-97 ഇരിക്കുന്നു. $100 ബില്യൺ മുകളിൽ RBI വെച്ചിരിക്കുന്നതായിട്ട് റിപ്പോർട്ട് പറയുന്നു. എന്തെന്ന് വെച്ചാൽ $100 ബില്യൺ ടാറ്റ കൺസ്യൂമർ വെളിനാട്ടിൽ നെറ്റായിട്ട് ഫോറിനൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എടുത്തുകൊണ്ട് പോയി എന്ന് ഒരുപാട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇൻഫ്ലേഷൻ താണാ കുറയുന്ന ബദൽ രൂപയുടെ വാല്യൂ കുറഞ്ഞുവെങ്കിൽ കുക്കിംഗ് ഓയിലിരുന്ന് പല കാര്യങ്ങളിൽ പേട്ട് കയറും. ഇത് കാരണം ഈ ഇൻഫ്ലേഷൻ ആംഗിളിൽ സംസാരിക്കുമ്പോൾ കറൻസിയെ നമ്മൾ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നു. എക്സ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ആൾറെഡി വിഷമത്തിലാണ് ഇരിക്കുന്നു. എന്തെന്ന് വെച്ചാൽ കോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടില്ല. ഇതിൽ HCLൻ്റെ റിസൾട്ട് ആദ്യം വന്നിരിക്കുന്നു. HCLൻ്റെ റിസൾട്ട് TCSൻ്റെ റിസൾട്ടിനെ പോലെ സെറാക്സ് കോപ്പി പോലെ ഇരിക്കുന്നു. റവന്യൂ എങ്കിലും കുറയുന്നത് പോലെ ഇരുന്ന് കുറച്ച് കയറ്റി എന്ന് നോക്കിയാൽ റവന്യൂയും കുറഞ്ഞിരിക്കുന്നു. പ്രോഫിറ്റ് 10% കുറഞ്ഞിരിക്കുന്നു. റവന്യൂയും അതിന് ഈക്വലായിട്ട് കുറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ റോഷ്നി നാടാർ മാം എന്ത് പറയണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്നുമില്ല, ഞങ്ങൾ തന്നെ കോൺട്രാക്റ്റ് വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത മാസം ഈ കോൺട്രാക്റ്റ് ഞങ്ങൾ എടുക്കും. പക്ഷെ നോക്ക് ഒരു വൺ ടൈം എക്സ്പെൻസ് വരും. അത് ഞങ്ങൾ ഫാക്ടർ ചെയ്തിട്ടുണ്ട്. ഇത് കാരണം എബിറ്റ മാർജിൻ ത്രൂഔട്ട് ഇയർ കുറയും. പിന്നെ താഴെ വീണാലും മീശയിൽ മണ്ണ് ഒട്ടില്ല എന്നാണ് പറയുന്നത്. ബേസിക്കലി ഈ സിറ്റുവേഷൻ വളരെ ടഫാണ്. വലുതായി ഇതൊന്നും കയറത്തില്ല, പ്രോഫിറ്റും കയറത്തില്ല. അങ്ങനെയാണ് HCL പറഞ്ഞു. ഇപ്പോഴും നമുക്ക് 28-30 ഏർണിംഗ് കൊടുത്തുകൊണ്ടിരുന്നുവെങ്കിൽ നമ്മൾ തന്നെ മുട്ടാൾ. ഇത് കാരണം TCSും HCLും ലോങ് ടേം കറക്ഷന് എടുക്കണം. എടുത്തില്ലെങ്കിൽ അത് നമ്മൾ ചെയ്യണ തെറ്റാണ്. IP സെക്ടർ ഇവിടെ വീഴുന്നെങ്കിൽ ഈ ക്വാർട്ടർ അത്രയും തന്നെ. ഇത് കാരണം ഈ സമയം റിക്കവറിക്ക് ചാൻസ് ഇല്ല. റേറ്റ് ഭയങ്കരമായിട്ട് കറക്റ്റ് ആയെങ്കിൽ നോക്കാം. ഇപ്പോൾ ഇരിക്കുന്ന റേറ്റിൽ ഒന്നും കൺസിഡർ ചെയ്യുന്നത് പോലെ ഇല്ല. ഇത് കാരണം ഇപ്പോൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് അടുത്ത വീക്കിൽ നോക്കാം. HDFC ബാങ്ക് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കറക്റ്റ് സമയം നോക്കി ഇൻഫ്ലേഷൻ വരുന്ന സമയം ശശി ജഗദീർ വന്നിട്ട് ഒരു പേട്ടി കൊടുത്തിരിക്കുന്നു. ഞങ്ങൾ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോനെ 110 98 കൊണ്ടുവന്നു. ഇന്നും താഴെ കൊണ്ട് ഇറക്കും. ഇത് കാരണം നിങ്ങൾക്ക് വന്നിട്ട് ഒരു നല്ല ഒരു ഫ്യൂച്ചർ ഇരിക്കുന്നു.
പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെ ആൾ പിടിക്കാൻ 700 ബ്രാഞ്ച് വെച്ചിരിക്കുന്നു. പുതിയതായിട്ട് തുറന്നിരിക്കുന്നു. ഒരു സ്ട്രീറ്റിന് ഒരു ബ്രാഞ്ച് തുറക്കുന്നു. നിങ്ങൾ കൊണ്ടുവന്ന് താശിനെ ഇടുക. നിങ്ങൾക്ക് ഈ HDFC മെർജർ ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് വളരെ ക്ലാസ് സെല്ലിംഗ് അഡ്വാൻറ്റേജസ് ഇരുന്നിരിക്കുന്നു. ഞങ്ങളെ ക്ലയൻറ്റിനൊക്കെ ലോൺ കൊടുക്കുന്ന സമയമേ ഞങ്ങൾ ബാങ്ക് അക്കൗണ്ട് തുറക്കും. ഒക്കെ ക്രെഡിറ്റ് കാർഡിനെ കൊടുത്ത് ഞാൻ കടനാളികളാക്കും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിൽ എന്താണ് പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ പേഴ്സണൽ ലോൺ പോർട്ട്ഫോളിയോ ഒക്കെ വിറ്റ് നിങ്ങൾ ട്രേഡ് ഡെപ്പോസിറ്റ് റേഷ്യോനെ കുറച്ചു. ഈ HDFC മെർജ് ചെയ്യണ മുമ്പേ ട്രബിൾഡ് കൺസ്ട്രക്ഷൻ ബൗൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് റിക്കവർ ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബെറ്ററാണ്. അങ്ങനെ അത് സൂപ്പറായിട്ട് പെർഫോം ചെയ്തുവെങ്കിൽ ഇതിന് നല്ല പെർഫോം ചെയ്യുന്ന ഓട്ടോ ലോൺ, പേഴ്സണൽ ലോൺ എന്ന് പറഞ്ഞ് വെക്കുമെന്ന് ചേർത്ത് പറഞ്ഞുവെങ്കിൽ നന്നായിരിക്കും. ഇത് മാത്രമില്ലാതെ ജഗദീഷിന് അഗെയിൻസ്റ്റ് ആയിരിക്കുന്ന FIRന് വന്നിട്ട് സുപ്രീം കോർട്ട് സ്ക്വാഷ് ചെയ്യത്തില്ല. ഹൈക്കോർട്ടും കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. ഇന്നലെയോ അതിന് മുമ്പേ ഒരു പുതു കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നു. HDFC ബാങ്കിൽ ഇരിക്കുന്ന ചില NRI മാനേജേഴ്സ്, അതായത് NRI ഡിവിഷൻ നോക്കുന്ന മാനേജേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ക്ലയൻറ്റിന് FD അഗെയിൻസ്റ്റ് ലോൺ കൊടുത്ത് NRI എന്ന് പറഞ്ഞ് ലോൺ കൊടുത്ത് ആ ഡോളറിനെ വെച്ച് അവരെ ക്രെഡിറ്റ്സിൻ്റെ ടയർ 1 ബോണ്ടിനെ വിറ്റിരിക്കുന്നു. എന്നെ അറിയാമല്ലോ, ക്രെഡിറ്റ് സെയിൽസ് ബോണ്ടിയായി ആ ടയർ 1 ബോണ്ട് വർത്ത്ലെസ്സായി മാറി. ഞങ്ങൾക്ക് അറിയാതെ വിറ്റു, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് 25 NRIs വന്നിട്ട് 4 സിറ്റീസിൽ വെസ്റ്റേൺ ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നു. ഇതിന് മാനേജേഴ്സാണ് ഉത്തരവാദിത്വം. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, ഞങ്ങൾ പാല് കുടിക്കും കൊച്ചുങ്ങളാണ്, നിങ്ങളെ പറ്റിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. എക്കണോമിക് ഒഫൻസൻസ് വന്നിട്ട് ഈ കേസിനെ ചോദിക്കുന്നു. ഇതിൽ എന്തെന്ന് വെച്ചാൽ വേറെ വിത്ഡ്രോ ആൻഡ് സെല്ലിംഗ് മാത്രമില്ല, ഇനിയൊരു പ്രോബ്ലം ഇരിക്കുന്നു. അത് എന്ത് പ്രോബ്ലം എന്ന് വെച്ചാൽ അതിനെ വാങ്ങാനും ലോൺ കൊടുത്തിരിക്കുന്നു. ഇന്നൊരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ ഫോമിൽ മിനിമം ഇത്രയും ഇൻകം ഇരുന്നാൽ തന്നെ ഈ ടയർ 1 ബോണ്ട് വാങ്ങണമെന്നിരിക്കുന്നു. അതുമാത്രം $150 നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ NRIക്കൊക്കെ $40,000 തന്നെ ശമ്പളം, എങ്കിലും $140,000 എന്ന് എഴുതിയിരിക്കുന്നു. സോ 25 കോടി ലോസിന് HDFC ബാങ്ക് കെട്ടുമ്പോൾ എന്താകുമെന്ന്, അവരെ സ്റ്റാൻഡേർഡ്സ് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ നോക്കണം. ഇന്ന് രാവിലെ തുറന്ന ഉടനെ തേജസ് നെറ്റ്വർക്കിനെ പെട്ടെന്ന് താഴെയിട്ടു 10% ഇറങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇറങ്ങിയെന്ന് നോക്കിയാൽ റവന്യൂയും കുറഞ്ഞിരിക്കുന്നു, അതേസമയം ലാസും കയറിയിരിക്കുന്നു. എന്താണ് പ്രോബ്ലം എന്ന് മാനേജ്മെൻറ്റ് അടുത്ത് കമൻട്രി ചെയ്ത് ചോദിച്ചാൽ ഈ വർഷം കൊടുക്കേണ്ട ഭാരത് ട്രീനട്ട് ഓർഡറും BSNL ഓർഡറും ഈ ക്വാർട്ടറിൽ വരാതെ അടുത്ത ക്വാർട്ടറിൽ നോക്കി പോയിരിക്കുന്നു. ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ ഗ്രോത്ത് ഇൻ ഓർഡർ വന്നിട്ട് സെയിമാ തന്നെ ഇരിക്കുന്നു. ബട്ട് ഡെലിവറി ചെയ്യേണ്ട സ്ഥലത്തിൽ ഡിലേ ആയ കാരണം ഈ ലോസ് ബുക്കായതുപോലെ ഇരിക്കുന്നു. ഇത് കാരണം തന്നെ ഈ സ്മാൾ ക്യാപ്പ് മിഡ് ക്യാപ്പിൻ്റെ അടുത്ത് പോകരുതെന്ന് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞത്. അത്ത ടെക്നോളജീസ് വൈറസ് സൂചി തന്നെ 42 ടൈം ആണെങ്കിൽ തന്നെ ഇതൊക്കെ നോർമലായിട്ട് നമ്മൾ തൊടത്തില്ല. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇതിനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പ്രോഫിറ്റ് 5% തന്നെ കയറിയിരിക്കുന്നു. അത് കാരണം ഇത് 50 ടൈം 60 ടൈം ഏർണിംഗ് ജസ്റ്റിഫൈ ചെയ്യുന്നു എന്ന് നോട്ട് പോസിബിൾ. ഇത് കാരണം ഈ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാതിരിക്കുന്നത് നമുക്ക് നല്ല കാര്യമാണ്. അടുത്തത് സ്പന്ദന സ്ഫൂർത്തി ഇന്ന് 7-8% ഏറിയിരിക്കുന്നു. എന്തുകൊണ്ട് 7-8% കയറിയിരിക്കുന്നു എന്ന് വെച്ചാൽ ഇന്ന് ബോർഡ് മീറ്റിംഗ് ഇട്ടു. കിതാര ക്യാപിറ്റൽ മറ്റ കമ്പനിയും കാശിനെ എങ്ങനെ കൊണ്ടുവന്ന് ഇടാമെന്ന് 750 കോടിയിലിരുന്ന് 1000 കോടി ഇൻഫ്യൂസ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും കോൺഫിഡൻസ് വരും, വെൽഡറിനും കോൺഫിഡൻസ് വരും, ക്രേഡയ്ക്ക് കോൺഫിഡൻസ് വരുമെന്ന് അവർ ഓൾറെഡി 1000 crore ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് വന്നിട്ട് ഇന്ന് എങ്ങനെ റൈറ്റ്സ് ഇഷ്യൂ ഇടാമെന്ന് ഇന്നൊരു ബോർഡ് മീറ്റിംഗ് ഇരിക്കുന്നു. ആ ബോർഡ് മീറ്റിങ്ങിൽ ഇന്ന് അവർ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ന് നൈറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരും. അണക്ക് അതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാം. കർണാടക ബാങ്കിൽ ബഡ് എന്ന് പറയുന്ന ഒരാളിനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. PO ആയിട്ടിരുന്നു. അവർ ഇൻറ്റേൺ CEO ആയിരിക്കുമെന്ന് ബോർഡ് പറഞ്ഞായിരുന്നു. 1980 അവർ ഇന്നും ആ കർണാടക ബാങ്കിൽ ഇരിക്കുന്നു. എർക്ക ചേർന്ന് കമ്പനിയുടെ മെയിൻ ആളായി ഇപ്പോൾ അവർ തന്നെ അടുത്ത CEO വരയ്ക്കും ബാങ്കിനെ നടത്താൻ പോകുന്നു. അക്കടിച്ചോ എങ്കിൽ MD ആകും, ചെയർമാനും ആകും. 63 വയസ്സായി, ഇന്ന് 7 വർഷം സർവീസ് ഇരിക്കുന്നു. ഇത് കാരണം ലൈഫ് അറ്റ് കർണാടക ബാങ്ക് അവർ സ്പെൻഡ് ചെയ്യുന്നു. അവരകത്ത് വന്ന റിസൾട്ട് ഇന്നും നല്ലതായിരിക്കുമെന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. ടെസ്ല വന്നിട്ട് മോഡൽ Y എന്നതിനെ ഇന്ത്യയിൽ ബോംബെയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു. അതിനെ വന്നിട്ട് അവിടെ ഇന്ത്യയുടെ ചീഫായ ദേവേന്ദ്ര പട്ട് തുറന്നു വച്ചിരിക്കുന്നു. 60 ലക്ഷം രൂപ വണ്ടിയുടെ വില. ഇത് തന്നെ ആദ്യത്തെ ലോഞ്ച്. ഇതുപോലെ ഇനി ഒരുപാട് വെഹിക്കിൾസ് ലോഞ്ച് ആകും. ഇന്ത്യയിൽ ഇത് സക്സസ്ഫുൾ ആകണമെങ്കിൽ
ഈ സമയം കൊണ്ട് സെയിൽസ് നന്നായിരിക്കും. എന്തെന്ന് വെച്ചാൽ കെ-ഷേപ്പ് റിക്കവറി മുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ബെൻസ്, ബി-എം-ഡബ്ല്യു, ആഡിയുടെ സെയിൽസ് ടെസ്ലയ്ക്ക് മാറാൻ ചാൻസ് ഇരിക്കുന്നു. എൻട്രി ലെവൽ വെഹിക്കിൾ ഡീസലായി മാറുന്ന സമയം ഡീസലിൽ ഇരുന്ന് പെട്രോളിലും മാറാൻ ഒരുപാട് ദിവസം എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തന്നെ ഇന്നത്തെ ന്യൂസ്. ഇറങ്ങ കൺസിഡർ ചെയ്തുകൊണ്ടേ പോണത് നല്ലത്. മാർക്കറ്റ് നിങ്ങൾക്ക് ചാൻസ് വളരെ തരുന്നു. നന്ദി, നമസ്കാരം.